ഫസ്റ്റ് ഫിലിം വാസ് വ്യൂഹം. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത പടം എന്ത് എന്നാലോചിക്കുമ്പോൾ അന്നൊക്കെ ഞങ്ങൾ ഒരുപാട് കുങ്ഫു പടങ്ങൾ കാണുമായിരുന്നു. ദാറ്റ് വാസ് ഹൗ ഇറ്റ് വാസ്. അപ്പോൾ ഐ വാണ്ടഡ് ടു ഡു സംതിങ് വിത്ത് ദിസ് 36 ചേംബർ ഓഫ് ഷാവലിൻ പോലത്തെ ഒരു പടം വേണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അഫ്കോഴ്സ് ഇല്ല. അപ്പോൾ അടുത്ത് എവിടെ ഉണ്ട് എന്നുവെച്ചാൽ ഞങ്ങളൊരു ബുദ്ധിസമായിട്ട് കണക്ഷനേ ഉള്ളൂ. അപ്പോൾ നിയറസ്റ്റ് ബുദ്ധിസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് നെപ്പോൾ. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാനും സന്തോഷം കൂടെ വി ഗോ ടു നെപ്പോൾ. ഐഡിയ ഇല്ല കഥ എന്താണെന്ന്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ലിറ്റിൽ പ്രിൻസസ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുണ്ട്. അത് ഗോഡസ് പോലെ വർഷിപ്പ് ചെയ്യും പ്യൂബേർട്ടി വരെ. പ്യൂബേർട്ടി കഴിഞ്ഞാൽ പിന്നെ അനദർ വൺ ടേക്സ് ഇറ്റ്സ് പ്ലേസ്. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതൊരു അവിടുത്തെ ഒരു വലിയ സംഭവമാണ് നെപ്പോളിൽ. ബോക്ഷാസ് അവിടുത്തെ ആക്ച്വലാണ് കേട്ടോ. ബോക്ഷാസ് അവിടുത്തെ ഈ ദുർമന്ത്രവും അതൊക്കെ നടക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ കണ്ടത് അവിടുത്തെ ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ വളരെ താന്ത്രിക്കാണ്. കട്ടണം. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഇങ്ങനത്തെ ഒരു പെൺകുട്ടി വേണം, ഡെഫിനറ്റായിട്ടും ബോക്ഷാസ് വേണം, അത് വില്ലനായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ആ പടം കണ്ടത്, ഗോൾഡൻ ചൈൽഡ്. ഗോൾഡൻ ചൈൽഡ് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ പെൺ എന്ന് പറഞ്ഞതെല്ലാം മാറ്റിയിട്ട് ആൺകുട്ടിയാക്കി. ആ ബുദ്ധിസ്റ്റ് അപ്പോൾ അത് കറക്റ്റായിട്ട് മെൽറ്റ് ചെയ്തു. ബിക്കോസ് ഞങ്ങൾക്ക് ബുദ്ധിസ്റ്റ് വേണമായിരുന്നു. അത് മാത്രമേ എഴുതുള്ളൂ ആക്ച്വലി. ഇപ്പോൾ എല്ലാവരും പറയും ഗോൾഡൻ ചൈൽഡിൽ ഇവർ രണ്ടൊരു മീറ്റ് പോലും ചെയ്തില്ല. ഈ അത് മുഴുവൻ മാജിക്കും ഒക്കെയാണ്. എഡി മർഫി കൊച്ചുകുട്ടിയും കാണത്തില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചില്ല. ഞങ്ങൾ വെച്ചാൽ ഈ കുട്ടി എടുക്കാം, ബോക്ഷാസാണിത്, പിന്നെ ലാൽ സാറിൻ്റെ. അപ്പം നെപ്പോൾ പോർഷൻ ഞങ്ങൾക്ക് ക്ലിയറാണ്. വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വേണമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു എല്ലാവരും പറഞ്ഞത് മലയാളം പടമല്ലേ, ഇപ്പോൾ ഇത് മലയാളം പോർഷൻ ഇല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ വർക്കൗട്ട് ആവും. അപ്പം ഞങ്ങൾ ഒരുപാടത്ത് പോയി കേട്ടോ. ആദ്യം കഥയും കൊണ്ട് ഞങ്ങൾ മിക്ക ഇന്നത്തെ വലിയ വലിയ റൈറ്റേഴ്സിനോടും പോയി. പക്ഷെ അവരെല്ലാം പറഞ്ഞു സംഗീത് ഹൗ ഡസ് ദിസ് വർക്ക്, എല്ലാം ബുദ്ധിസം ഇത് ആർക്ക് മനസ്സിലാവും. ലാൽ സാർ മാത്രം he said no സംഗീത് യു റൈറ്റ് ആൻഡ് കം, ഐ ആം ഓക്കെ വിത്ത് ദ ഐഡിയ. അപ്പോൾ ആരെയും കിട്ടുന്നില്ല. അവസാനം ലാൽ സാർ പറഞ്ഞു എന്നാൽ ദാവർ മാസ്റ്റർ പോയി കാണാം. ദാവർ മാസ്റ്റർ പോയി കേട്ടു. ഇപ്പോൾ ദാവർ മാസ്റ്റർ അറിയില്ല, കഥയെല്ലാം കേട്ടു. ഓക്കെ ഒരാഴ്ച കഴിഞ്ഞ് വരൂ എന്ന് പറഞ്ഞു. ഒരാഴ്ച വന്ന് ഞങ്ങൾ തിരിച്ച് കഥ കേൾക്കാൻ പോയി. ദാമോദരൻ മാസ്റ്റർ വേറൊരു കഥയാണ് പറയുന്നത്, നമുക്ക് അറിയാവുന്ന കഥ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഞങ്ങളെ അപ്പോൾ എന്തു പറ്റി പറഞ്ഞു, ഇല്ല മാസ്റ്റർ ഞങ്ങൾ ഇങ്ങനെയല്ല ആലോചിച്ചത്, നിങ്ങളെങ്ങനെ ആലോചിച്ചേ പറയൂ. അപ്പോൾ ഞങ്ങൾ അന്ന് ചുമ്മാ ഒരു ലൈനേ ഉള്ളൂ, ഇങ്ങനെ. പക്ഷേ ട്രാൻസിഷൻസ് ഒക്കെ വളരെ ക്ലിയർ ആയിരുന്നു. വിഷു തലേന്ന് ഉണ്ണിയപ്പം മറ്റേത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതല്ല ഇദ്ദേഹം കേട്ടോ പറഞ്ഞു, അയ്യോ ഇത് നിങ്ങൾ പറയുന്നത് പിന്നെ പകലാണെങ്കിൽ ഞാൻ പറഞ്ഞത് രാത്രിയാണ്, ഇത് രണ്ടും കൂടെ ശരിയാവില്ല, ഒരിക്കലും ശരിയാവില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെത്താൻ എഴുതുന്നത്. അയ്യോ ഞങ്ങൾ റൈറ്റർ ഒന്നും അല്ല പ്ലീസ്. അപ്പം പറഞ്ഞില്ല, ദിസ് വേ നോ റൈറ്റർ വിൽ ഗിവ് യു, ദിസ് ഇസ് സംതിങ് വെരി സ്പെസിഫിക്, അത് നിങ്ങളുടെ മനസ്സിലുള്ളതാണ്, അത് തന്നെത്താൻ എഴുതാൻ നോക്കൂ എന്ന് പറഞ്ഞു.